എന്നിരുന്നാലും നേരത്തെ നമ്മുടെ പ്രതിനിധി വിശകലനവുമായി ഡി ബിനോയ് ചേർന്നതും ബിനോയ് സൂചിപ്പിച്ചത് പ്രകാരം BJPക്ക് ആധിപത്യമുള്ള BJPക്ക് വലിയ വോട്ട് പിന്തുണയുള്ള ഒരുപാട് വാർഡുകൾ ഇനിയും എണ്ണി തിട്ടപ്പെടുത്താനുണ്ട്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ BJPക്ക് ഇപ്പോഴുള്ളതിൽ നിന്ന് കൂടുകയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ശബരിനാഥിന്റെ വിജയം മേയർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നതാണ് ശബരിനാഥ് വിജയിച്ചിരിക്കുന്നു. എന്നാൽ ശബരിനാഥിന് മേയറാകാൻ സാധിക്കുമോ? അവിടെ UDF 3-ാം സ്ഥാനത്താണെന്നുള്ളതാണ്. ബിനോയ് ഉണ്ട് വിവരങ്ങളുമായി. ബിനോയ്, ശബരിനാഥൻ വിജയിച്ചിരിക്കുന്നു, മേയർ സ്ഥാനാർത്ഥി UDFന്റെ മേയർ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. പക്ഷേ ശബരിനാഥന് മേയറാകാൻ UDF കോർപ്പറേഷൻ പിടിക്കുമോ എന്നുള്ള ചോദ്യമാണ് നിൽക്കുന്നത്. UDF 3-ാം സ്ഥാനത്താണ്. അതിൻ്റെ ഒരു സാധ്യത നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഈ 13 ഇടങ്ങളിൽ മാത്രമാണ് UDF. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFന്റെ ഒരു വലിയ വിജയം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയാൻ. കാരണം ഈ 13 സീറ്റുകളിൽ ഏകദേശം 6 സീറ്റുകൾ വരെ LDFന്റെയും BJPയുടെയും പക്കലുണ്ടായിരുന്ന സീറ്റുകൾ LDFന്റെയും പക്കലുണ്ടായിരുന്ന സീറ്റുകളാണ് ഒരു 6 സീറ്റ് വരെ. അത് ഇപ്പോൾ UDF പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഒരു വലിയ വിജയം കോൺഗ്രസിന് അനുകൂലമാണ്. പക്ഷേ ശബരിനാഥിനെ സംബന്ധിച്ചിടത്തോളം ശബരിനാഥ് നേരത്തെ അല്പം പിന്നിലായിരുന്നു, ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ കവടിയാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു മത്സരം നടന്ന ഒരു വാർഡാണ്. പ്രത്യേകിച്ചും അവിടെ BJPക്ക് വലിയ പിന്തുണയുള്ള വാർഡാണ്. BJPയുടെ ശക്തനായ നേതാവായ മധുസൂദനൻ നായരാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തെ വളരെ വേഗത്തിലൊന്നും തന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ വ്യക്തിപരമായ ചില സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശബരിനാഥിന് അവിടെ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, UDFന്റെ സാധ്യതകൾ ഇപ്പോഴും മങ്ങി നിൽക്കുകയാണ്. അതേസമയം LDFും NDAയുമായിട്ടുള്ള സീറ്റുകളുടെ വ്യത്യാസം 10ആണ്. 27ഉം 17ഉമായി ഇങ്ങനെ നിലനിന്ന് പോകുന്നു. ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളാണ് NDAക്ക് സീറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മാറ്റം ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് BJP നേതാക്കൾ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. കാരണം BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. ഒപ്പം തന്നെ UDFന് സ്വാധീനമുള്ള മേഖലകളുണ്ട്, നമ്മുടെ തീരദേശ മേഖലകളുണ്ട്. അവിടേക്കും കൂടി എത്തിച്ചെന്ന് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ ഈ പ്രവചനങ്ങളൊക്കെ മാറിമറിയാനുള്ള സാധ്യതയുണ്ട്. കാരണം കൊല്ലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കൊല്ലത്ത് വലിയ തരത്തിലുള്ളൊരു മാറ്റം. ആ മാറ്റം ഒരു പക്ഷേ തിരുവനന്തപുരത്തും അതിൻ്റെ അലയൊലികൾ തിരുവനന്തപുരത്തുണ്ടായാലും നമ്മൾ സംശയിക്കേണ്ടി വരില്ല. അതൊക്കെ സംഭവിക്കാം. കാരണം ഇനിയും സീറ്റുകൾ കൂടുതൽ മാറി മറിഞ്ഞ് എണ്ണാനുണ്ട്. ഇപ്പം ഏകദേശം 28ലേക്ക് NDA എത്തിയിരിക്കുന്നു, LDF 16ലും അതുപോലെ UDF 13ലും നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൃത്യമായ ഒരു നിലയിലേക്ക് വന്നിട്ടില്ല. ഏകദേശം UDF പറയുന്നത് അവരൊരു 15 മുതൽ 20 സീറ്റ് വരെ അവർ ഉറപ്പ് പറഞ്ഞിരുന്നു. ഭരണത്തിൻ്റെ കാര്യത്തിൽ അവരങ്ങനെ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF ഒരു നിർണായക ശക്തിയായി മാറും എന്ന് പറഞ്ഞാൽ അവർ അന്ന് മനസ്സിലാക്കിയിരുന്നത് LDFനും NDAയ്ക്കും ഇടയിൽ കാര്യമായ തരത്തിൽ ഒരു വോട്ടുകളുടെ അല്ലെങ്കിൽ സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ തൂക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴൊരു നിർണായക ശക്തിയായി ഒരു പക്ഷേ എന്തും ചെയ്യാൻ കഴിയുന്നൊരു ശക്തിയായി മാറാൻ UDFന് കഴിയുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ അവർ പങ്കുവച്ചത്. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം NDAക്ക് കാര്യമായ തരത്തിൽ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ NDA സ്ഥാനാർത്ഥി മുൻ DGP ശ്രീലേഖ ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. നമ്മളൊന്ന് ആന്റണിയിലേക്ക് പോയ ശേഷം ബിനോയിലേക്ക് വിശകലനവുമായി എത്താം. അല്പസമയത്തിനുള്ളിൽ തന്നെ ബിനോയിലേക്ക് എത്താം. ആന്റണി, NDA സ്ഥാനാർത്ഥി, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥനും വിജയിച്ചിരിക്കുന്നു. NDA മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ DGP R ശ്രീലേഖയും വിജയിച്ചിരിക്കുന്നു. ഇനി ആർക്കൊപ്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ മതി. തീർച്ചയായും കവടിയാറിൽ തൊട്ടടുത്ത വാർഡാണ് കവടിയാറിൽ അവിടെ ശബരിനാഥൻ വിജയിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ശാസ്തമംഗലം വാർഡ് ശബരിനാഥന്റെ സ്വന്തം വാർഡാണ് അതെന്ന് കൂടി ഓർക്കണം. ആ വാർഡിൽ ഇപ്പോൾ DGP R ശ്രീലേഖ, മുൻ DGP ആണ് R ശ്രീലേഖ, NDAയുടെ സ്ഥാനാർത്ഥി, അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. ഏതായാലും തിരുവനന്തപുരത്ത് NDAയുടെ മുന്നേറ്റം തുടരുമ്പോൾ UDFന്റെ കാറ്റാഞ്ഞ് വീശുകയാണ് കേരള
കേരളത്തിൽ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തരംഗം എന്ന് തന്നെ പറയാൻ കഴിയുന്ന നിലയിലേക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് ഇതാ ഇതുവരെയുള്ള റിസൾട്ടുകൾ, ഇതുവരെയുള്ള ലീഡ് നിലകളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയും. കോർപ്പറേഷനുകളിൽ നാലിടത്താണ് UDF ലീഡ് ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ലീഡുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ 7 ഇടത്ത്. പക്ഷേ